കൊള്ളാം. പക്ഷെ സ്റ്റോറി എന്ന് പറയാനായിട്ട് ചെറിയൊരു സ്റ്റോറി അത്രേ ഉള്ളൂ. മ്യൂസിക് അടിപൊളി. ജയ് ഫാനാണ്. കുറെ വർഷങ്ങളായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും കാത്തിരുന്നതിന് വളരെ സങ്കടമായി കഴിഞ്ഞപ്പോ ഇനി ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ സങ്കടമാണ്. ഇനി സൂപ്പർ വിജയുടെ അഭിനയം അടിപൊളി അടിപൊളിയായിരുന്നു. മ്യൂസിക് ഒക്കെയോ? സൂപ്പറായിരുന്നു. ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. സ്ക്രിപ്റ്റ് സൂപ്പറായിരുന്നു. ഒക്കെ കുറച്ച് ലോജിക്കൽ ഫ്ലോസ് ഉണ്ട്. പക്ഷെ വിജയ് സിനിമ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ? രണ്ടും കുഴപ്പമില്ല. വിജയുടെ അഭിനയം മാസാണ്. മ്യൂസിക് ഒക്കെ മ്യൂസിക് ഒക്കെ കുഴപ്പമില്ല. സ്റ്റോറി ഡയറക്ഷൻ അടിപൊളിയാണ്. ഓക്കെ. മമിതയുടെ അഭിനയം? മമത നല്ല സൂപ്പറാണ്. മലയാളിയായ ഒരു ആള് അതിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു അഭിമാനം. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. വിജയുടെ അഭിനയം? വിജയുടെ അഭിനയം വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ നിൽക്കുന്നത് തിയേറ്ററിലാണ്. തിയേറ്ററിൽ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേ ജനനായകൻ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ജനനായകൻ നമ്മളെല്ലാവരും കുറേ വെയിറ്റ് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ എങ്ങനെയുണ്ട്? നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തത് വെറുത്താണോ അതോ അല്ല? മാത്രമല്ല വിജയ് തമിഴ്നാട് CM ആയതിനു ശേഷം ഉള്ള ഫസ്റ്റ് റിലീസായിട്ടുള്ള സിനിമയാണ്. ഇനി ഇതാണ് വിജയുടെ ലാസ്റ്റ് സിനിമ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇനിയും അഭിനയത്തിൽ വരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മൾ രാത്രി എന്താ വന്നതെന്ന് വെച്ചാൽ രാത്രി നമ്മൾ കൂടുതലായിട്ട് കാണാൻ വരുന്നത് ഫാമിലീസാണ്. അപ്പോൾ നമ്മൾ ഫാമിലീസിൻ്റെ റിവ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും രാത്രി സിനിമ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി സിനിമയിലോട്ട് കിടക്കാം. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. വിജയ് അഭിനയൊക്കെ കുഴപ്പമില്ലായിരുന്നു. എല്ലാവരുടെ അഭിനയം നല്ലായിരുന്നു. അമിതയുടെ സൂപ്പറായിരുന്നു. പടം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, കണ്ടിരിക്കാം. വിജയുടെ അഭിനയം? വിജയുടെ അഭിനയം മാസമാണ്. സ്റ്റോറിയൊക്കെ? സ്റ്റോറി സ്ഥിരം. മ്യൂസിക് അല്ല? മ്യൂസിക് കൊള്ളാം. ഡയറക്ഷൻ കുറച്ചും കൂടി ആവാണ്ട്. വിജയുടെ അഭിനയം? വിജയുടെ സൂപ്പർ. സിനിമ എങ്ങനെയുണ്ട്? വിജയുടെ അഭിനയം? മ്യൂസിക് ഒക്കെ? സൂപ്പർ. വിജയുടെ അഭിനയം? അടിപൊളി അടിപൊളിയായിരുന്നു. മ്യൂസിക് ഒക്കെ? സൂപ്പറായിരുന്നു. ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. സ്ക്രിപ്റ്റ് സൂപ്പറായിരുന്നു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. വിജയുടെ അഭിനയം? എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടായിരുന്നു. വിജയുടെ അഭിനയം? വിജയുടെ അഭിനയം മാസാണ്. മ്യൂസിക് ഒക്കെ? മ്യൂസിക് ഒക്കെ കുഴപ്പമില്ല. സ്റ്റോറി ഡയറക്ഷൻ അടിപൊളിയാണ്. ഓക്കെ. പിന്നെ സസ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്നു? സസ്പെൻസ് കുഴപ്പമില്ല, അത്യാവശ്യം. വിജയുടെ ബെസ്റ്റ് സിനിമകളിൽ ഒന്നാവും? ബെസ്റ്റ് സിനിമകളിൽ ഒന്നാവും. ഓക്കെ. സിനിമ കുഴപ്പമില്ല. വിജയുടെ അഭിനയം? കുഴപ്പമില്ല. സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്ക്രിപ്റ്റൊക്കെ കുഴപ്പമില്ല. ഏതാണ്ടൊരു മ്യൂസിക്കോ? പാട്ടോരണം നല്ലതായിരുന്നു. ഓക്കെ. ജയ് ഫാനാണ്. കുറെ വർഷങ്ങളായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും കാത്തിരുന്നതിന് വളരെ സങ്കടമായി കഴിഞ്ഞപ്പോ ഇനി ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ സങ്കടം വന്നു. ഇനിയും ഇതേപോലത്തെ സിനിമകൾ കാണും? വിജയ് വരുവാണെങ്കിൽ കാണും. മ്യൂസിക്കോ? മ്യൂസിക് നല്ല മ്യൂസിക്. ഡയറക്ഷൻ കൊള്ളാം. അല്ല വിജയന്റെ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് നല്ലതാണ്. പിന്നെന്തോ സ്ക്രിപ്റ്റ് ഒക്കെ കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ ഇഷ്ടപ്പെട്ടത്? എല്ലാം കൊള്ളാം, എല്ലാം പൊളി. ഓക്കെ. ഈ സിനിമ അഭിനയം എല്ലാവരുടെ അഭിനയം കൊള്ളാം. മ്യൂസിക് അനിരുദ്ധ് മ്യൂസിക്കിലാണ്. മമിതയുടെ മ്യൂസിക് കൊള്ളാം. പിന്നെന്താ സ്ക്രിപ്റ്റും ഡയറക്ഷനും? സ്ക്രിപ്റ്റൊക്കെ കുറച്ച് ലോജിക്കൽ ഫ്ലോസ് ഉണ്ട്. പക്ഷെ വിജയ് സിനിമ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ ഇഷ്ടം? രണ്ടും കുഴപ്പമില്ല. വിജയുടെ അഭിനയം? കൊള്ളാം, അടിപൊളിയാണ്. സ്റ്റോറി എല്ലാം കൊള്ളാം. പക്ഷെ സ്റ്റോറി എന്ന് പറയാനായിട്ട് ചെറിയൊരു സ്റ്റോറി അത്രേ ഉള്ളൂ. മ്യൂസിക്കോ? മ്യൂസിക് അടിപൊളി. പിന്നെന്താ മമിത ബൈജ്? മമത വിജയ് അടിപൊളിയായിരുന്നു. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരാണ്? വിജയനെ. വിജയ് അല്ലാതെ മമത ബൈജും കൊള്ളാം. ഓക്കെ. ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്, അത് കൊള്ളാം. ഓക്കെ. ജനനായകൻ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. വിജയുടെ അഭിനയം? വിജയിന്റെ ഒരു ഫാനൊന്നുമല്ല ഞാൻ അങ്ങനെ ഫാമിലി ആയിട്ട് വന്നു മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, കണ്ടിരിക്കാം. സ്ക്രിപ്റ്റും ഡയറക്ഷനൊക്കെ? അതിനെക്കുറിച്ചൊന്നും എനിക്ക് അങ്ങനെ വലിയ അഭിപ്രായമൊന്നുമില്ല. നമ്മൾ മലയാളികൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഇതാണോന്ന് അറിയില്ല. എന്തായാലും
കുഴപ്പമില്ല, കണ്ടിരിക്കാം, ആവറേജ് ഫിലിം. സോങ് ഒക്കെയോ? സോങ് കുഴപ്പമില്ല, മമിതയുടെ അഭിനയം? മമത നല്ല സൂപ്പറാണ്. മലയാളിയായ ഒരു ആള് അതിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു അഭിമാനം. കുഴപ്പമില്ല, നല്ല അഭിനയമായിരുന്നു. ഫസ്റ്റ് ഹാഫാണോ സെക്കൻഡ് ഹാഫാണോ ഇഷ്ടപ്പെട്ടത്? കുഴപ്പമില്ല, രണ്ടും ഒരുപോലെ. ഓക്കെ.